43 വയസ്സിൽ എൻ്റെ ഹെൽത്ത് ഏറ്റവും ഡൗണിലേക്ക് പോയ സമയത്ത് നിന്ന് ഇപ്പോൾ ഞാൻ 45 വയസ്സിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഹെൽത്തി കണ്ടീഷനിലായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ബുക്ക് വിമനോപോസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ബിക്കോസ് കുറേ കുറ്റബോധം തോന്നുന്നുണ്ടാകുന്ന തോന്നിയ ആ ദേഷ്യത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ കാരണം അറിവില്ലായ്മയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മിഷനാണ്. ഞാൻ 43 ഇയേഴ്സ് ആയപ്പോൾ പെരിമെനോപോസിൻ്റെ സിംറ്റംസ് ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന്. പെരിമെനോപോസിലൂടെ പോകാത്തൊരു സ്ത്രീക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പുരുഷന്മാർക്ക് ഇത് തീരെയും മനസ്സിലാവില്ല. എൻ്റെ അമ്മ ഈ കാലഘട്ടത്തിലൂടെ 40കളിലൂടെ കടന്നുപോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഞാനൊരു ടീനേജറായിരിക്കെ കണ്ടതാണ്. അത് ഞങ്ങളുടെ എൻ്റെ ഫാമിലി ലൈഫിനെ വളരെയധികം ബാധിച്ച കാര്യമാണ്. ഒരു ടീനേജർ എന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയോട് തോന്നിയത് ദേഷ്യമാണ്. ബിക്കോസ് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട്, അത് അമ്മയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് ഒരു അമ്മയ്ക്ക് എന്തോ പറ്റി, അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്, അമ്മ എപ്പോഴും ആംഗ്രിയാണ്, അമ്മ ഭയങ്കര ഇറിറ്റബിളാണ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ഇതിനൊക്കെ നമുക്ക് തോന്നുന്നത് ദേഷ്യമാണ്. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരുപാട് ബുക്സും പോഡ്കാസ്റ്റും ഡോക്ടേഴ്സിൻ്റെ റിവ്യൂസും മെഡിക്കൽ ജേർണൽസും ഒക്കെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. ഞാൻ ആ ബുക്ക് എഴുതാൻ വേണ്ടി റിസർച്ച് ചെയ്തതല്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി റിസർച്ച് ചെയ്തതാണ്. ഞാൻ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സിനെ കാണുകയും അവരെൻ്റെ ഫെറിറ്റിൻ ലെവൽസ് കറക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തപ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഹെൽത്തി ആയിരിക്കുന്നത്. ഈ ഫെറിറ്റിൻ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് മാനസിക പ്രശ്നങ്ങളായിട്ട് ഒരിക്കലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കില്ല. അതിനാണ് ഇത്രയും ഇൻഫർമേഷൻ ഞാൻ ആ ബുക്കിൽ കൊടുക്കാനും എൻ്റെ ടോക്സിലൂടെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു സ്റ്റെപ്പ് മുകളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. ഡോക്ടർ ഈ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ എന്നെ ബ്രാൻഡ് അംബാസഡറായിട്ട് സെലക്ട് ചെയ്യാൻ ഉള്ള കാരണം അത് തന്നെയാണ്.